ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചു. അമർ ഇലാഹിയാണ് മരിച്ചത്. തേക്കുകൂപ്പിൽ പശുവിനെ അഴിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം. കൂടെ ഉണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു. കൂടുതൽ വിശദാംശങ്ങളുമായി ബോബൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും. ബോബൻ, എങ്ങനെയായിരുന്നു സംഭവം? വനപാലകരുടെ വിശദീകരണം എന്താണ് ഇക്കാര്യത്തിൽ? രാജേഷ്, അല്പം മുമ്പാണ് അതിദാരുണമായ സംഭവം ഉണ്ടായത്. ഇടുക്കി തൊടുപുഴയ്ക്കടുത്ത് മുള്ളരിങ്ങാടാണ് കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചത്. അമർ ഇലാഹിയാണ് മരിച്ചത്. 22 വയസ്സ് മാത്രമാണ് ഈ ചെറുപ്പക്കാരന് പ്രായമുള്ളത്. തേക്കുകൂപ്പിൽ പശുവിനെ അഴിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. തേക്കുകൂപ്പിനോട് ചേർന്ന് തന്നെയാണ് അമർ ഇലാഹിയുടെ വീട് ഉള്ളത്. ഇവരുടെ പറമ്പിനോട് ചേർന്ന് തന്നെ ഇതിന്റെ അതിർത്തി മേഖല വനമേഖലയാണ്. ഇവിടെ ഏതാണ്ട് 3 വർഷമായി കാട്ടാന ആക്രമണം ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു 5-6 മാസം മുമ്പ് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. തുടർന്ന് വനംവകുപ്പ് ചില നടപടികൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ ഈ നടപടികളൊന്നും ഫലപ്രദമായില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴുണ്ടായ ഈ സംഭവം. ഈ അമർ ഇലാഹിയുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നുവെന്നും ഇയാൾ ഓടി രക്ഷപ്പെട്ടു എന്നുമാണ് പറയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. നാട്ടുകാരിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഇക്കാര്യത്തിലുള്ളത്. വനംവകുപ്പ് ഇതിനോട് കൃത്യമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്തെത്താത്തതിനെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. വലിയ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. കാരണം തീർത്തും സാധാരണ കുടുംബമാണ് അമർ ഇലാഹിയുടേത്. അച്ഛൻ കൂലിപ്പണി ചെയ്യുന്നയാളാണ്. 2 മക്കളാണുള്ളത്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. ഇതിലെ ഈ ആണായ അമർ ഇലാഹിയാണ് ഇപ്പോൾ മരിച്ചത്. ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം കൂടിയായിരുന്നു അമർ ഇലാഹി. ഈ ഒരു കുടുംബം അനാഥമാകുന്ന ഒരു കുടുംബത്തിന് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ വിവിധ മേഖലകളിൽ ഉയരുന്നത്. രാജേഷ്. യെസ്.